എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പം കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറേ നേരം നിന്ന് ബുദ്ധിമുട്ടണം. അപ്പച്ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. 2 അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നിന്ന് ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാം. പെട്ടെന്ന് നമ്മുടെ പണി തീർന്ന് നമുക്ക് സമയവും ലാഭിക്കാം. അടുത്തതായി ഞാൻ കാണിക്കുന്നത് ഗ്രീൻ പീസ് കുറേ കാലം കേടാകാതെ ഇരിക്കുന്നത് എങ്ങനെയെന്നാണ്. ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് 1 മിനിറ്റിനകം ഇത് കോരി മാറ്റണം. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഇട്ട് ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കാം. എത്ര ഗ്രീൻ പീസ് വേണമെങ്കിലും നമുക്കിതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം. ഗ്രീൻ പീസ് നന്നായി തണുത്ത് ഇതിലെ വെള്ളമെല്ലാം മാറുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. അടുത്തതായി കറയുള്ള പച്ചക്കറികൾ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പറ്റാറുണ്ട്. അങ്ങനെ കയ്യിൽ കറ പറ്റാതിരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ്. കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടി കയ്യിൽ ആദ്യം തന്നെ ഇതുപോലെ വെളിച്ചെണ്ണയോ വേറെ എന്തെങ്കിലും എണ്ണയോ പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ കറയുള്ള പച്ചക്കറികൾ അരിയുകയോ വൃത്തിയാക്കുകയോ ചെയ്യാം. അടുത്തത് നമുക്ക് മുന്തിരിയിലെ വിഷാംശം മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുന്തിരിയിലെ വിഷാംശം മാറ്റുന്നതിന് വേണ്ടി ആദ്യം മുന്തിരി സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് മുന്തിരിയിലാണ്. ഇതുപോലെ മുന്തിരി ഉപ്പുവെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. അടുത്തതായി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കറിവേപ്പില ഫ്രഷായിട്ട് വെക്കുന്നത് എങ്ങനെയെന്നാണ്. ഇതുപോലെ ഒടിച്ചെടുത്ത കറിവേപ്പില 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരാഴ്ച വരെ ഫ്രഷായിട്ട് ഇരിക്കും. കറിവേപ്പിൽ നിന്ന് ഇലയെടുക്കുമ്പോൾ ഇതുപോലെ ഒടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും പുതിയ തളിർപ്പ് ഉണ്ടായി വരികയുള്ളൂ. കറിവേപ്പില സൂക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ മല്ലിയിലയും നമുക്ക് സൂക്ഷിക്കാം. ഇതുപോലെ ഒരു കപ്പിൽ വെള്ളമെടുത്ത് വേരോട് കൂടിയുള്ള മല്ലിയില ഇതിലേക്ക് ഇങ്ങനെ താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും മല്ലിയില ഫ്രഷായിട്ടിരിക്കും. ഇങ്ങനെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഒരു ഗ്ലാസ്സിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് മുട്ട കുറേ കാലം ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും കേടാകാതെ വെക്കുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ മുട്ട മേടിക്കുമ്പോൾ എപ്പോഴും ഡേറ്റ് നോക്കി വേണം മുട്ട മേടിക്കാൻ. മുട്ടയുടെ കൂർത്ത ഭാഗം മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും മുട്ട കുറേ കാലം കേടുകൂടാതിരിക്കും. അടുത്തത് മുട്ട കഴുകിയതിന് ശേഷം ഒരിക്കലും ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാൻ പാടില്ല. മുട്ട പെട്ടെന്ന് കേടായി പോകും. അടുത്തത് നെയ്യ് സൂക്ഷിച്ചു വെക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് ബോട്ടിലുകളിൽ വേണം സൂക്ഷിച്ചു വെക്കാൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദിവസം നെയ്യ് കേടാകാതെ ഇരിക്കും. അതുമാത്രമല്ല, നെയ്യ് തീർന്നതിന് ശേഷം ഈ ബോട്ടിൽ നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാനും പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാൾ ഗുണനിലവാരം എപ്പോഴും ഗ്ലാസ് ബോട്ടിലിന് തന്നെയാണ്. ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ പഞ്ചസാര ഒരു ബോട്ടിലിൽ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിൽ നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും അവർക്ക് ജ്യൂസ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ്,
നമ്മൾ പാക്കറ്റ് പാൽ മേടിക്കുമ്പോൾ അത് ചായ ഉണ്ടാക്കാൻ ചായപാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ മിക്കവാറും താഴെയൊക്കെ വീണ് വൃത്തികേടാകാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇങ്ങനെ വരാതിരിക്കാൻ ഒരു കപ്പിലേക്ക് പാക്കറ്റ് ആദ്യം തന്നെ ഇറക്കി വെക്കണം. പാലൊരു കപ്പിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് അതിൻ്റെ ഒരു കോൺ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. പാൽ ആവശ്യത്തിനെടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.